നമസ്കാരം. ന്യൂസ് 99 കേരള വൺ ടൈം ബുള്ളറ്റിലേക്ക് സ്വാഗതം. തിരൂർ കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജനറൽ ബോഡി യോഗം ഗ്രേസ് റെസിഡൻസിയിൽ വെച്ച് നടന്നു. ജനറൽ ബോഡി യോഗത്തിൽ ബാങ്ക് ഡയറക്ടർ മുഹമ്മദ് സ്വാഗതം പറയുകയും ബാങ്ക് പ്രസിഡന്റ് പുളിക്കൽ അംസ അധ്യക്ഷതയും വഹിച്ചു. ഇപ്പോ ഓഡിറ്റർമാർ പറയുന്നത് 3 അടവ് തെറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഇറച്ചി ഫയൽ ചെയ്യേണ്ടതാണ്. ഇതൊക്കെ ഇപ്പൊ നമ്മൾ നിലവിൽ ഈ 10 കൊല്ലത്തിലധികം തെറ്റിയതാണ് ഫയൽ ചെയ്തിട്ടുള്ളത്. ആ ഫയൽ ചെയ്യുന്ന വക്കീലിന്റെ ഫീസ് കോടതിയിൽ കെട്ടിവെക്കേണ്ടത് ആ സംഖ്യയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമ്മള് 12ഓളം ആളുകൾ അങ്ങനെ ഈ കോടതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തിരിച്ചടവ് വന്നിട്ടുണ്ട്. അതിനുള്ള ചെലവാണ് പറഞ്ഞത്. തിരൂർ MLA കുറിക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്ത പരിപാടി തിരൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഇബ്രാഹിം ഹാജി കീഴടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. സീനിയർ മെമ്പർമാരായ വെട്ടം ആലിക്കോയ, കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി ആശംസാ പ്രസംഗം നടത്തി. ബാങ്ക് സെക്രട്ടറി ഇബ്രാഹിം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബാങ്ക് ഡയറക്ടർ മൊയ്തുഷ മലാപ്പറമ്പിൽ നന്ദി പറയുകയും മറ്റു ബോർഡ് മെമ്പർമാരായ റഷീദ് ഉസ്മാൻ, നാസർ, ഖദീജ, ആമിന ബീവി എന്നിവർ സംബന്ധിച്ചു. പ്രസ്തുത പരിപാടിയിൽ സീനിയർ മെമ്പർമാരായ സെയ്താലിക്കുട്ടി, പുളിക്കൽ ഏറമുട്ടി, KM ഹസൻ, സക്കരിയ നാലകത്ത്, മറ്റു മെമ്പർമാർ ചർച്ചയിൽ പങ്കെടുത്തു. സംഘത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി സംഘത്തിന്റെ കീഴിലുള്ള റേഷൻ ഷോപ്പ് വഴി K-സ്റ്റോർ അതുവഴി പ്രവർത്തനവും സാധാരണക്കാരായ ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ മിതമായ വിലക്ക് വിതരണം ചെയ്യുന്നതിനും പാടശേഖരങ്ങളിൽ നിന്ന് സർക്കാർ പറയുന്ന വില നൽകി നെല്ല് സംഭരിച്ച് മില്ല് സ്ഥാപിച്ച് സംസ്കരിച്ച് കേരളത്തിൽ ഉടനീളം അരി വിതരണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തുവാൻ ആലോചിച്ചു. ന്യൂസ് 99 തിരൂർ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.